ഈ വർഷത്തെ നോമ്പുകാലത്ത് ജിൻഡോച്ചൻ്റെ കൂടെ വന്ന ഒരു പഴയ കെനിയൻ മിഷണറി, സെമിനാരി ജീവിതത്തിലെ മുഴുവൻ സമയവും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ. 1991 കെനിയയിലെ 2 വർഷത്തെ റീജൻസി കാലത്തും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ബെത്തലത്താലിയിലെ 15-ൽ 7 പള്ളികളും സന്ദർശിക്കുവാൻ സഹിഷ്ണുത കാണിച്ച ആദ്യത്തെ സന്ദർശകൻ. ഡേവിയച്ചന് ഇത് കുരിശൻ്റെ വഴിയായിരുന്നു. അൻസിഗിര ഗ്രാമത്തിലും അങ്കിലിമസുവ ഗ്രാമത്തിലും ഡേവിയച്ചനെ കണ്ടിട്ട് കുട്ടികളും വലിയവരും ഓടിക്കൂടുകയായിരുന്നു. മാസുവയിലായാലും അൺറാനുമൈൻറ്റിയിലായാലും അതുപോലെ തന്നെ. അങ്കിലിമസുവ പള്ളിയിൽ വലിയവരും കുട്ടികളും ക്യൂ നിന്നാണ് ഡേവിയച്ചന് കൊച്ചു കൊച്ചു കാഴ്ചകൾ സമർപ്പിച്ച് സ്വീകരിച്ചത്. പച്ചമീനും കോഴിയും കരിമ്പും കപ്പലണ്ടിയും അതിലുണ്ടായിരുന്നു. ഡേവിയച്ചൻ്റെ ഇംഗ്ലീഷ് പാട്ടുകൾ എല്ലായിടത്തും കുഞ്ഞുങ്ങളെ ഹരം പിടിപ്പിച്ചു. അച്ഛൻ വന്ന ദിവസങ്ങളിൽ ബേബാക്ക് പള്ളിയിലെ കുർബാനയുടെ ദിവസമായിരുന്നു. കൂടെ വരുവാൻ അച്ഛൻ താല്പര്യം കാണിച്ചു. വഞ്ചിയിൽ പോകേണ്ടതുള്ളത് കൊണ്ട് നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അച്ഛൻ പിന്മാറിയില്ല. വിവരം ഗ്രാമക്കാർ അറിഞ്ഞപ്പോൾ അല്പം കൂടി ഭേദപ്പെട്ട 2 വഞ്ചികൾ അതിഥിയെ ബഹുമാനിച്ച് അവർ ഒരുക്കിയിരുന്നു. ഇസാളു കായലിലെത്തി. വഞ്ചിയിൽ കയറി രാജാവായിരുന്നപ്പോഴാണ് കപ്പിത്താൻ ഓർത്തത് വഞ്ചി തുഴയേണ്ട പങ്കായം വീട്ടിലാണെന്ന്. പങ്കായം എത്താൻ വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. ഇതൊരു അനുഭവവും ഒപ്പം ഒരു കുരിശിൻ്റെ വഴിയുമായിരുന്നു. പക്ഷേ ജലപാതയിലൂടെ മനോഹരമായൊരു സ്ലീവാപാത. നല്ല ചൂടും വിയർപ്പും ദാഹവും വിശപ്പും ഒക്കെ ഇതിൻ്റെ ഭാഗമായി. ദ്വാരങ്ങളിലൂടെ വഞ്ചിക്കുള്ളിൽ കയറിക്കൊണ്ടിരുന്ന വെള്ളം കോരി പുറത്തു കളയുവാൻ ഡേവിയച്ചനും സഹായിച്ചു. ബേബാക്ക് ഗ്രാമം ഒരു ഓണം കേറാമൂല തന്നെയാണ്. എങ്കിലും മഴക്കാലത്തിന് ശേഷം പുതുജീവൻ നേടി ഏറെ ചന്തമുള്ളതായി. എങ്ങും പച്ചമയം, വലിയൊരു വനത്തിനുള്ളിൽ അകപ്പെട്ടതുപോലെ. സുഖമായി തന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഇവിടെ നോമ്പുള്ളൂ. പക്ഷേ 50 ദിവസവും നോമ്പെടുക്കുന്ന നാട്ടിൽ നിന്നാണ് അച്ഛന്മാരുടെ വരവ് എന്നവർക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് കോഴിയും മത്സ്യവും മരച്ചീനി ഇലകൾക്ക് വഴിമാറിക്കൊടുത്തു. കപ്പയുടെ ഇല ചതച്ചുണ്ടാക്കിയ കറി മാത്രമായിരുന്നു ഊണിൻ്റെ വിഭവം. സ്ലീവാപാതയുടെ നടുവിലല്ലേ, കപ്പയില അമൃതമായി കഴിച്ചു. എന്തായാലും മടക്കയാത്രയിൽ എല്ലാവരും പൂർവാധികം ഉഷാറായി. ബെത്തലത്താലിയിലേക്ക് നീണ്ടുകിടക്കുന്ന ഇസാളുവിലെ ചെമ്മൺപാതയിൽ തിരിച്ചെത്തിയപ്പോൾ എമ്മൂസിൽ നിന്ന് കർത്താവിനെ കണ്ട് തിരിച്ചെത്തിയ ശിഷ്യരുടെ മുഖഭാവമായിരുന്നു ഡേവിയച്ചനും ജിൻഡോച്ചനും. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.